ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യാസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാനിവിടെ വറുത്തരച്ച കൂന്തൽ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി 1/2 കിലോ കൂന്തലാണ് എടുത്തിരിക്കുന്നത്. ഈ കൂന്തലിൻ്റെ തലയും എടുക്കുന്നുണ്ട്. അതിലെ മഷിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി ചെറിയ പീസാക്കി മുറിക്കുക. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് മസാല പുരട്ടി ഒരു 5 മിനിറ്റ് വെക്കാം. ഇനി ഇതിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാം. 1/2 കപ്പ് ചിരകിയ തേങ്ങയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 അല്ലി വെളുത്തുള്ളി, 4 ചുവന്നുള്ളി, 3 ഉണക്കമുളകും വേപ്പിൻ്റെ ഇലയും ഇവയെല്ലാം കൂടി ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം. തേങ്ങ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വറുക്കണം. തേങ്ങ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. തേങ്ങ നമുക്ക് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാൻ എടുത്ത് അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച കൂന്തൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂന്തലിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. ആ വെള്ളം വറ്റുന്നത് വരെ നമുക്ക് ഈ കൂന്തലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കൂന്തലൊന്ന് റോസ്റ്റായി വന്നാൽ നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം. ഇനി ഇതേ പാനിലേക്ക് നമുക്ക് 15 ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഉള്ളിലേക്ക് 5 അല്ലി വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കൂടിയിട്ട് അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കണം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച തേങ്ങ ഒന്ന് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. പച്ചമസാലയുടെ പച്ചമണമൊക്കെ വിട്ട് കഴിഞ്ഞ് നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച കൂന്തൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാൻ. ഈ മസാലയും കൂന്തലും കൂടിയിട്ട് എല്ലാം കൂടി ഒന്ന് യോജിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കൊരു 3/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് കുറവാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറി നന്നായി ഒന്ന് തിളച്ച് കറി ഒന്ന് കുറുകി വരണം. കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂന്തൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.
നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.